ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ചക്ക ഇട്ടിട്ട് വറുക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ദോശയും ചായ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കാലത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ തോട്ടിയാണെങ്കിൽ ആദ്യം വെച്ച് കെട്ടി, അപ്പോൾ ശരിയായില്ലേ. പിന്നെ രണ്ടാമട്ടം വെച്ച് കെട്ടിയപ്പോൾ ശരിയായി. എന്നിട്ട് ഞങ്ങൾ ചക്കിടാൻ നിൽക്കാണ്ട. അപ്പോൾ ഈ ചക്കി ഇടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞെട്ടി കാണാണ്ട് കുറേ നേരം അതിന്മേൽ കുസ്തി പിടിച്ച് നിൽക്കാണ്ട. അവസാനം വേറൊരു വടീനെ ചക്കമിട്ട് കുത്തിയപ്പോഴാണ് ഞെട്ടി കണ്ടത്. അപ്പോൾ അങ്ങനെ ഞെട്ടിയൊക്കെ കണ്ട് ചക്കൊക്കെ ഇട്ടുട്ടാ. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് അടുത്തതും കൂടി ഇട്ടുട്ടാ. അപ്പോൾ ഒരു 4-5 ചക്കയാന്ന് തോന്നുന്നുണ്ട് ഇട്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ കാലത്തന്നെ ഇങ്ങനത്തെ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വറുക്കാനായിട്ട് നിൽക്കുക അതിനായിട്ട്. അപ്പോൾ പിന്നെ വേഗം ചക്കയിട്ടപ്പോൾ ഒരു ചക്ക പൊളിഞ്ഞു കിട്ടും. അത്രയും ഇതിലല്ല വീണത്. പിന്നെ അത്യാവശ്യം മൂത്തിട്ടൊക്കെ ഉണ്ട്. ഇനി അത് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ചക്കക്കുരുക്കെ മുളച്ചു തുടങ്ങി. പിന്നെ വെള്ളം കയറി ചക്ക രസം ഉണ്ടാവില്ല വറുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വേഗം നന്നാക്കിയിട്ട് കുറച്ച് എന്നിട്ട് ഞങ്ങൾ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ, ഉപ്പേരിക്കായിട്ട് പച്ചച്ചക്ക. അപ്പോൾ അതിലേക്കുള്ളത് വേഗം നന്നാക്കിയിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വറുക്കാനായിട്ടുള്ള നന്നാക്കലാണ് കേട്ടോ അത്. അപ്പോൾ കുരുവൊക്കെ നല്ല കുരുവായിരുന്നു കേട്ടോ, നല്ല ബെസ്റ്റ് കുരുവായിരുന്നു. അപ്പോൾ ഇത് വേഗം നീളനായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ നന്നാക്കി തരലും ഒരാൾ എരിയിലാകുമ്പോൾ വേഗം പണി കഴിയില്ല. അപ്പോൾ വേഗം നന്നാക്കട്ടെ കേട്ടോ. അപ്പം നന്നാക്കൽ ഒരു വിധം ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരാൾ വെട്ടണു, ഒരാൾ ഇടണു, നന്നാക്കണം. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് പിടിച്ചാട്ടോ. പിന്നെ എൻ്റെ ഫോണിൻ്റെ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് നാശമായിട്ട് കുറേ നേരം അതുമ്പോൾ തിരിപ്പണിയിൽ നിന്നിട്ടോ ഒന്ന് നേരെയാക്കാനായിട്ട്. പക്ഷേ ശരിയായില്ല കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ പോയിട്ട് വേഗം ചിക്കൻ മേടിച്ചു കൊണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി പണി ഇതും കൂടി ആകുമ്പോൾ നമുക്ക് പറ്റിക്കും. അപ്പം പിന്നെ അമ്മ ഇവിടെ നന്നാക്കട്ടെ എന്നിട്ട് ഞാൻ വേഗം പോയി ചിക്കനൊക്കെ കഴുകി അതിലേക്കുള്ള നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വേഗം കറിയൊക്കെ ആക്കിയിട്ടാണ്. പിന്നെ ഇതിപ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അടപ്പത്തിരുന്ന് ശരിയാവട്ടെ. അപ്പോഴേക്കും കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ചക്ക കാച്ചാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചിക്കനൊക്കെ ആയിട്ട് കേട്ടോ, നല്ല അടിപൊളി ചിക്കനായിട്ട്. അപ്പോൾ ഇത് ചക്ക കാച്ചാറായിട്ട് ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തോടെ വെന്തുണ്ട്. ഞാൻ കാച്ചാൻ ഇത്തിരി ഉപ്പേരിയാക്കാനായിട്ട് ഇത്തിരി നേരം വൈകി. അപ്പോൾ അങ്ങനെ ചക്ക കാച്ചാൻ നിൽക്കണതിൻ്റെ ഇടയിൽ അപ്പോൾ അടപ്പൊഴിഞ്ഞില്ല. അപ്പോൾ അടുപ്പത്ത് വേഗം ഉള്ളി കയറ്റിയിട്ട് പിന്നെ ചക്ക വറക്കാനുള്ള പരിപാടിയിൽ തന്നെ കേട്ടോ നിന്നത്. അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് ഇരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്നിട്ട് ഒന്നുമേ പണിയെന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞാൽ പണി ചക്ക വറക്കൽ കഴിഞ്ഞ് പിന്നെ അവിടെ പണി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടിട്ടാ. അപ്പോൾ ഞാൻ ചോറിനാനായിട്ട് നിന്നിട്ടാ. അപ്പോൾ ഇതിപ്പോൾ ചക്കപ്പേരി അതിൻ്റെ അടിപൊളി ചക്കപ്പേരിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും പിന്നെ സാമ്പാറുണ്ടായിരുന്നു. സാമ്പാർ ഞാൻ എടുത്തില്ല കേട്ടോ, എനിക്കിതായാലും മതി ചോറിനായിട്ട്. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് മൂന്ന് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ചോറ് കൊണ്ട് പിന്നെയും ചക്ക കരിയായിരുന്നു തന്നെ കേട്ടോ നേരം വൈകിയത്. അപ്പോൾ ഇതിപ്പോൾ എത്രാമത്തെയാണോ അറിയില്ല. അപ്പോൾ ഇത് വറക്കും നല്ലോണം തീ വേണം കേട്ടോ, തീ കെട്ടുപോയിരുന്നെന്ന് പറയുക. അപ്പോൾ നല്ലോണം അപ്പോൾ അങ്ങനെ ഓരോ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവസാനം ഇപ്പോൾ ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കണം കേട്ടോ. ഉപ്പ് വെള്ളം തെളിച്ചിട്ട് 10 മിനിറ്റ് ഇട്ടിട്ട് പിന്നെ നമ്മളത് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ ചൂട്ടത്തത് കുറേ നേരം നിൽക്കുമ്പോൾ വയ്യാണ്ടാവും കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഈ മഴ പെയ്ത കാരണം ഇത്തിരി ചൂടിന് ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് മഴയുണ്ടായിരുന്നു, ഇത് ചെയ്യുന്ന ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ ചൂട്. ഫുൾ ടൈം അടുപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചൂടുണ്ടാവും. അപ്പം അങ്ങനെ ചക്ക വറുക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
എന്താ പറയുക, അതിപ്പോൾ ചക്കൊക്കെ വറുത്ത് കോരിയിട്ടു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയ്ക്കായിട്ട് വറുത്തേക്കണത്. ഇതിപ്പോൾ കടലാസിൽ വെച്ചിട്ടുണ്ട്, പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, അരിപ്പോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചക്ക വറുക്കൽ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ വറുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു തുടങ്ങി. അതിൻ്റെ ഇടയിൽ സമയം ചോദിക്കായിരുന്നു കേട്ടോ. സമയത്തിലായിരുന്നു ഇപ്പോൾ സമയം പോയി ഇറങ്ങിയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് വറുക്കാൻ വന്നിട്ടോ. ഇപ്പോൾ ഒരു 5 മണി അങ്ങനെ കഴിഞ്ഞുകൊണ്ട് വൈകുന്നേരമായി ഒടുങ്ങി. അപ്പോൾ അത് പറയായിരുന്നു ഞങ്ങൾ. പിന്നെ ഇപ്പോൾ ബസ് പോകുമ്പോൾ ഞങ്ങൾക്ക് സമയം അറിയാം ഞങ്ങളുടെ ഉമ്മറത്തോടെ ബസ്. പിന്നെ ചക്കവറുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ചക്ക ക്ലീനിങ് ആട്ടോ. അപ്പോൾ അത്യാവശ്യം ചക്കക്കുരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വയ്ക്കാനായിട്ട്. ബാക്കിയുള്ളത്